ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു അപ്ഡേറ്റ്, ഒരു കിടിലൻ ഒരു അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ ദിവസം ഞാൻ ബബ്ബൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എത്രത്തോളം കണ്ടെന്നറിയില്ല. കാരണം ഇപ്പോൾ വീഡിയോസൊക്കെ ഇടുന്നതൊക്കെ കുറവാണ്. കാരണം വേറെ വരുമാനം ഇല്ലാത്തതുകൊണ്ടാണ് ചില ടീമൊക്കെ യൂട്യൂബിൽ അരി വാങ്ങണത്. പക്ഷെ എനിക്ക് വേറെ ജോലിയുണ്ട് എനിക്ക്. അതുകൊണ്ടൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് യൂട്യൂബ് ചാനൽ ഞാൻ ഇട്ടിട്ടുള്ളത്. എന്നെപ്പോലെ കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ മാത്രമൊന്നുമല്ല, കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അശ്വന്ത് കോക്കെന്ന് പറഞ്ഞാലല്ലേ അറിയുള്ളൂ. പക്ഷെ അവൻ്റെ റിവ്യൂ മൊത്തം ബ്ലാസ്റ്റ് ആയിപ്പോയി. കാരണം അവൻ എല്ലാ വീഡിയോയിലും ഈ മോഹൻലാലിൻ്റെ സിനിമ, അതായത് ഈ തുടരും സിനിമയാണ് ലാസ്റ്റ് എന്താ പറയുക, അതിനവന് ട്രോളായിരുന്നു. പക്ഷെ അവൻ ട്രോളിയില്ല. അതെനിക്ക് തോന്നുന്നത് അവൻ അറിഞ്ഞ് വ്യൂസ് കൂട്ടുകയാണെന്ന് എനിക്കറിയില്ല. തുടരുന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ റൂമിൽ ഒരു ഇതുണ്ട്, ഫൈറ്റ് ഉണ്ട്. അതായത് ഇങ്ങനെയായിട്ട് കാണിക്കണത് പടലിൽ. അത് അവന് ട്രോളായിരുന്നല്ലോ, ഇങ്ങനെയൊക്കെ വെച്ചാൽ ട്രോളായിരുന്നല്ലോ അവന്. എന്തുകൊണ്ട് അവൻ ഓരോ സിനിമയെ ടാർഗറ്റ് ചെയ്യുകയാണ്? കാരണം ടാർഗറ്റ് ചെയ്യേണ്ട ഒരു ഫലമാണ് കിട്ടിയത്. ഞാൻ പറഞ്ഞില്ലേ, ഈ ബബ്ബ സിനിമ അശ്വന്ത് വിഗ് വെച്ച്, അതായത് മോഹൻലാലിന് കണ്ടു കഴിഞ്ഞ ഒരു ചൈനീസ് ഒരു ഇത് മുടി, അത് മോഹൻലാലിൻ്റെ മുടി ഹെയർ സ്റ്റൈലുമായിട്ട് കമ്പയർ ചെയ്യിപ്പിക്കുകയാണ്. അപ്പം മര്യാദക്ക് അശ്വന്ത് ഹെയർ സ്റ്റൈൽ വെച്ചെങ്കിൽ നമുക്ക് സമ്മതിപ്പിക്കാറ്. ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതൊരു ചൈന ചോക്ലി എന്നൊക്കെ പറഞ്ഞ പോലെ ഗമ കളിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് പറയാൻ വേണ്ടി. പിന്നെ കഴിഞ്ഞ ദിവസം ബാബുരാജ് ഒരു സിനിമയുടെ ഒരു ഓഡിയോ ലോഞ്ചിന് പറഞ്ഞിട്ടുണ്ടേ, എന്നാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ. അതായത് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, ഈ വേറെ ജോലി ഇല്ലാത്തതുകൊണ്ടാണ് ഈ മറ്റുള്ളവരെ തന്തക്കെന്നുള്ളതൊക്കെ വിളിച്ച് റിവ്യൂ ഇട്ടിട്ട് ചെയ്യണം. പക്ഷെ എനിക്ക് ഓൾറെഡി ജോലിയുണ്ട്. ഞാനിത് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. ഇത് ക്ലിക്കായി കഴിഞ്ഞാൽ യൂട്യൂബാണ് എനിക്ക് വരുമാനം തന്നെയാണ്. എനിക്ക് വരുമാനം കിട്ടണം. എനിക്ക് ഇങ്ങനത്തെ ഇവരെ തള്ളക്കും വിളിക്കണം, സിനിമ മൊത്തവും വലിച്ചു കയറണം, പിന്നെ കാറിൽ നിന്ന് വീഡിയോ ഇടണം, പിന്നെ അങ്ങനെ ഒരു എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ്. ഇന്ന് ഫ്രീ ആയപ്പോൾ ഇന്ന് വീഡിയോ ഇട്ട്, ഇന്നലെ ഇട്ടില്ല വീഡിയോ. ചിലപ്പോൾ ഇന്ന് വൈകിട്ട് ചിലപ്പോൾ എനിക്ക് ഒരു വീഡിയോ കൂടി ഇടണമെന്നുണ്ട്. കുറച്ച് വർക്ക് ഫ്രം ഹോം ഇന്ന് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അതിൽ ഗമ കളിക്കാൻ പറ്റില്ല. അപ്പോൾ അശ്വന്ത് പരാജയപ്പെട്ടു പോയി. കാരണം അശ്വന്ത് വിചാരിച്ചു ഞാൻ ഒരു ഹെയർ സ്റ്റൈലൊക്കെ വെച്ചിട്ട് എൻ്റെ സബ്സ്ക്രൈബറും എന്താ പറയുക പ്രേക്ഷകർക്ക് ഒരു ഇത് പൊട്ടിക്കാം. പക്ഷെ നടന്നില്ല മോനെ. ഞാൻ പറഞ്ഞില്ലേ, ഞാനും ബബ്ബ സിനിമ കണ്ടിട്ട് അതിനെ കുറ്റം കണ്ടെത്താനും കയറിയത്. കാരണം എൻ്റെ സുഹൃത്തുക്കൾ കണ്ടിട്ട് പറഞ്ഞാൽ ഞാൻ എടാ അടിപൊളി പടമാണ്, മേക്കിംഗ് ഒക്കെ സൂപ്പറാണെന്ന് പറഞ്ഞു. പക്ഷേ എന്നെ തോപ്പിച്ച് കളഞ്ഞു. കാരണം വേറെ ഒന്നുമില്ല, ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ അവർ ആ ലെവൽ എടുത്ത് വെച്ചേക്കണെന്ന്. ഞാൻ പറയാം, ഡയറക്ഷനാണ് ഇത്ര ഡൗൺ ആയിട്ടുള്ള സ്ക്രിപ്റ്റ്. അതായത് ആ സ്ക്രിപ്റ്റ് ഒന്നുമില്ല, പക്ഷെ ഡൗൺ ആയിട്ടുള്ള സ്ക്രിപ്റ്റിലാണ് അവർ ആ സിനിമ ഡയറക്ഷൻ ചെയ്ത് വെച്ചേക്കണത്. അപ്പോൾ അശ്വന്ത് ഞാൻ ഇതിലോട്ട് വന്നപ്പോൾ അശ്വന്ത് കേസ് മറന്നുപോയി. അപ്പോൾ അശ്വന്ത് ഇനിയൊരു ഗമയായിരിക്കും ഒന്നും. കാരണം അശ്വന്ത് മാറ്റിപ്പിടിക്കണം. കാരണം തൻ്റെ റിവ്യൂ ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നത് റിവ്യൂവേഴ്സിലൊരു തലവനാണ് താൻ. കാരണം ജെന്യൂനായിട്ടുള്ള ചില കേസുകളൊക്കെ ജെന്യൂനായിട്ട് പറയാറുണ്ട്. പക്ഷേ സിനിമാക്കാരെ മൊത്തത്തിൽ വലിച്ചു കീറരുത്. അതായത് ഓരോ ക്യാരക്ടറിനെ എന്താ പറയുക കളിയാക്കി, നേരത്തെ ബാബുരാജ് പറഞ്ഞ പോലെ ആ ഗമ കളിക്കരുത്.